ആലപ്പുഴയിൽ നിന്നുള്ള ദേവാനന്ദ് പി ആണ് എഞ്ചിനീയറിംഗ് റാങ്ക് 1. 2024 കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിന് 100% സ്കോറോടെ ഫസ്റ്റ് റാങ്ക് സ്വന്തമാക്കിയത് ആലപ്പുഴ സ്വദേശിയായ ദേവാനന്ദാണ്. ദേവാനന്ദ് ചങ്ങനാശ്ശേരി പ്ലാസിഡ് വിദ്യാവിഹാർ സീനിയർ സെക്കൻഡറി സ്കൂളിലെ +1+2 പഠനത്തോടൊപ്പമാണ് പാലാ ബ്രില്യൻ സ്റ്റഡി സെന്ററിൽ നിന്നും എൻട്രൻസ് പരിശീലനം പൂർത്തിയാക്കിയത്. കേരള എഞ്ചിനീയറിംഗ് ഫസ്റ്റ് റാങ്കിനൊപ്പം ജെഇ മെയിൻ ഓൾ ഇന്ത്യ റാങ്ക് 682ഉം ജെഇ അഡ്വാൻസ്ഡ് ഓൾ ഇന്ത്യ റാങ്ക് 3165ഉം സ്വന്തമാക്കിയ ദേവാനന്ദ് പാലാ ബ്രില്യൻ ക്യാമ്പസിൽ നടന്ന എഞ്ചിനീയറിംഗ് വിക്ടറി ഡേയിൽ കേരളത്തിലെ സഹകരണം, ദേവസ്വം, തുറമുഖം വകുപ്പുകളുടെ മന്ത്രി VN വാസവനിൽ നിന്നും 10 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പും ഗോൾഡ് മെഡലും സ്വന്തമാക്കി. 2025 കീം എഴുതാൻ തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് എന്നിവ എത്രമാത്രം പ്രാധാന്യത്തോടെ എങ്ങനെ പഠിക്കണം, ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ്, കൂടാതെ 2025 കീം എക്സാമിന് ഉയർന്ന റാങ്ക് നേടാൻ നിങ്ങൾ ചെയ്യേണ്ടതെല്ലാം IIT ഖരഗ്പൂരിലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ ദേവാനന്ദ് നമ്മോട് പങ്കുവെക്കുന്നു. ദേവാനന്ദ് എങ്ങനെയാണ് കീം എക്സാമിനെ അപ്രോച്ച് ചെയ്തത്? ഇപ്പൊ നമ്മളൊരു എക്സാമിന് നമ്മൾ അപ്പിയർ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട അതിന്റെ പാറ്റേൺ എങ്ങനെയാണ്, സിലബസ് എങ്ങനെയാണെന്നൊക്കെയാണ്. ഇപ്പൊ 2024 തൊട്ട് കീം ഓൺലൈൻ ആക്കി, അതിന് മുന്നേരം ഓഫ്ലൈൻ ആയിരുന്നു. അപ്പൊ 2024 തൊട്ട് കീം ഓൺലൈൻ ആക്കി. 3 മണിക്കൂർ പരീക്ഷയാണ്, 150 ക്വസ്റ്റ്യൻ ആണുള്ളത്. അതിൽ 75 എണ്ണം മാത്സ് ആണ്, 45 ഫിസിക്സ് ആണ്, 30 കെമിസ്ട്രി ആണ്. അപ്പൊ ഈ 75 മാത്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത്രത്തോളം ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു എക്സാം ആണ്. അപ്പൊ അത്രയും നമ്മൾ പ്രാക്ടീസ് ആണെങ്കിൽ മാത്രമേ 150 എണ്ണം നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പൊ എങ്ങനെയാണ്, ഇപ്പൊ ഞാൻ ഫിസിക്സിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ഫിസിക്സ് ഭയങ്കര ബേസിക് ആയിട്ടുള്ള ഭയങ്കര എളുപ്പമുള്ള ചോദ്യങ്ങളാണ് എല്ലാം ചോദിക്കുന്നത്. NCERT ലെവൽ തന്നെ. ഇപ്പൊ NCERT എക്സസൈസിൽ ഉള്ള ക്വസ്റ്റ്യൻസ് അതുപോലത്തെ ഒക്കെ തന്നെ, പിന്നെ സോൾഡ് എക്സാമ്പിൾസ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് ഫിസിക്സിൽ ചോദിക്കുക. പിന്നെ ഇന്ന ചാപ്റ്ററിന് ഇമ്പോർട്ടൻസ് എന്ന് പറയാൻ അങ്ങനെ ചോദിച്ചാൽ എനിക്ക് അതിനോട് വലിയ അങ്ങനെ നോക്കുന്നതിൽ വലിയ താല്പര്യമില്ല. കാരണം എല്ലാ ചാപ്റ്ററും നമ്മൾ അറിഞ്ഞിരിക്കണം, അതിന്റെ ബേസിക് സാധനങ്ങളും ഇക്വേഷൻസ് കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം എവിടെ നിന്നാണ് എങ്ങനെയാണ് ചോദിക്കുക അതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. 45 ചോദ്യമാണ് ഫിസിക്സിനുള്ളത്. അപ്പൊ അതിൽ ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഈസി ആയിരിക്കും. പിന്നെ കെമിസ്ട്രി അടുത്തത് പറയുകയാണെങ്കിൽ 30 ക്വസ്റ്റ്യനാണ് കെമിസ്ട്രി ഉള്ളത്. ഇപ്പൊ കെമിസ്ട്രി NCERT പ്രത്യേകിച്ച് ഇനോർഗാനിക് കെമിസ്ട്രി ഒക്കെ NCERT നമ്മൾ കാണാതെ പഠിക്കേണ്ട സാധനങ്ങൾ ഒത്തിരി ഉണ്ട്. അപ്പൊ അതെല്ലാം നമ്മൾ കാണാതെ ബൈ ഹാർട്ട് ചെയ്ത് തന്നെ വേണം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഈ മെൽറ്റിംഗ് പോയിന്റ് ഓർഡർ, ബോയിലിംഗ് പോയിന്റ് ഓർഡർ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കും. ഇപ്പൊ അയണൈസേഷൻ എൻതാൽപ്പിയുടെ ഓർഡേഴ്സ് അങ്ങനത്തെ കുറെ സാധനങ്ങൾ NCERT ഇങ്ങനെ ടാബുലർ ഫോമിൽ കൊടുത്തിട്ടുണ്ട്. കോൺസെപ്റ്റ് വെച്ച് പഠിക്കുന്നതിനേക്കാളും കൂടുതൽ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാൻ. അത് ഇപ്പൊ കെമിസ്ട്രി ആണല്ലോ, പ്രത്യേകിച്ച് ഇനോർഗാനിക് 900 എക്സെപ്ഷൻസ് ആണ്. അപ്പൊ നമ്മള് ഒരു ലോജിക് വെച്ച് പഠിച്ചാൽ അതിന്റെ ഉള്ളില് എക്സെപ്ഷൻ കാണും. അപ്പൊ ഈ ഓർഡേഴ്സ് ഒക്കെ നമ്മൾ എന്തായാലും ഫ്രീക്വന്റ് ആയിട്ട് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. ബൈ ഹാർട്ട് പഠിക്കേണ്ട സാധനങ്ങൾ തന്നെയാണ് ഈ ഓർഡേഴ്സ് കാര്യങ്ങളൊക്കെ. അപ്പൊ ഒരു കാരണം വെച്ചാൽ NCERT ഒരു ചാപ്റ്ററും ഫിസിക്കൽ ആണെങ്കിലും ഇനോർഗാനിക് ആണെങ്കിലും ഓർഗാനിക് ആണെങ്കിലും ഒരു ചാപ്റ്റർ പോലും NCERT വായിക്കാതെ കീം എക്സാമിന് നമ്മൾ പോവാൻ പാടില്ല. കാരണം എന്താണ് ചോദിക്കാം NCERT-ന്ന്. അപ്പൊ എല്ലാം ഈച്ച് ലൈൻ ഓഫ് NCERT ഇസ് ഇമ്പോർട്ടന്റ്. അപ്പൊ എല്ലാം പഠിക്കണം. കെമിസ്ട്രി അങ്ങനെ എല്ലാം പഠിച്ചാൽ നമുക്ക് സുഖമായിട്ട് ഫുൾ മാർക്ക് വാങ്ങിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം മോൻ പറഞ്ഞു ഫിസിക്കൽ കെമിസ്ട്രി ഉണ്ട്, ഇനോർഗാനിക് കെമിസ്ട്രി ഉണ്ട്, ഓർഗാനിക് കെമിസ്ട്രി ഉണ്ട്. അപ്പം ഇതിനെ ഒരേ രീതിയിലാണോ അപ്രോച്ച് ചെയ്യേണ്ടത്, അതോ ഓരോന്നിനും ഓരോ രീതികളുണ്ടോ? ഇപ്പൊ ഫിസിക്കൽ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ മോസ്റ്റ് ആയിട്ട് പ്രോബ്ലംസ് ആയിരിക്കും ചോദിക്കുക. പക്ഷെ നമുക്ക് അങ്ങനെ തന്നെ പറയാൻ പറ്റത്തില്ല. കാരണം ചിലപ്പോ തിയറി ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ കയറ്റി ചോദിക്കാം. ഇപ്പൊ ഫിസിക്കൽ കെമിസ്ട്രിയിൽ മോസ്റ്റ്ലി ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോ നമ്മൾ കുറച്ച് പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ഒക്കെ കുറച്ചുകൂടെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പോൾ പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ് ഫിസിക്കൽ കെമിസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ചെയ്യാനുള്ളത്. ഓർഗാനിക് കെമിസ്ട്രി ആണെങ്കിൽ നമ്മൾ ഇപ്പൊ ആദ്യം ചെയ്യുമ്പോൾ ചില എക്സെപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ലൈക്ക് ഇപ്പൊ കാർബോകാറ്റയോന്റെ സ്റ്റെബിലിറ്റി അങ്ങനെ
ഒക്കെ ചിലപ്പോൾ വേരി ചെയ്യുന്നത് നമ്മൾ വിചാരിക്കുന്നതായിരിക്കത്തില്ല ചിലപ്പോൾ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഇപ്പൊ ഓർഗാനിക് കെമിസ്ട്രി ആണെങ്കിലും ഒത്തിരി എക്സെപ്ഷൻസ് കാര്യങ്ങളുണ്ട്. കാരണം നമ്മൾ ഒരു റിയാക്ഷൻ തന്നിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രോഡക്റ്റ് ആയിരിക്കത്തില്ല ശരിക്കുള്ള ഉത്തരം. സ്റ്റെബിലിറ്റി റീസൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി കാര്യങ്ങൾ കാണും. അപ്പൊ ആദ്യം കാണുമ്പോൾ നമ്മൾ ഇതെങ്ങനെ വന്നു ഇതെങ്ങനെയാണെന്നൊക്കെ ഓർക്കും. പക്ഷെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഒത്തിരി ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കാണുമ്പോൾ തന്നെ കത്തും ഇതിങ്ങനെയാണ് യൂസ്ഡ് ആവും അങ്ങനെയാണെന്നൊക്കെ. പിന്നെ കുറെ റിയാക്ഷൻസ് ഉണ്ട്, കുറെ നെയിം റിയാക്ഷൻസ് ഉണ്ട്. അത് ഓർത്ത് വെക്കാനായിട്ട് ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ ടെക്സ്റ്റ് വായിക്കണം. അല്ലാതെ വല്ല കോഡ് വഴിയോ അല്ലെങ്കിൽ അങ്ങനെ എളുപ്പ വഴി എന്തെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഒന്നും നോക്കിയിട്ടില്ല. ഈ എക്സാമിന്റെ തലേന്ന് കെമിസ്ട്രി പഠിക്കുക അത്രേ ഉള്ളൂ, വേറെ ഒന്നും നോക്കത്തില്ല. ഞാൻ വഴിയില്ല, നേരെ വഴിയെ ഹാർഡ് വർക്ക് ചെയ്യുക, വിജയം കൈവരിക്കുക അല്ലെ. ഇനോർഗാനിക് കെമിസ്ട്രി ആണെങ്കിൽ മൊത്തം എക്സെപ്ഷൻസ് ഉള്ളൊരു സംഭവമാണ്. അപ്പൊ കുറെ ഓർഡറുകളും കുറെ സംഭവങ്ങളുള്ളതാണ്. അപ്പൊ എല്ലാം ഓർത്ത് വെക്കാന്നല്ലാതെ വേറെ വഴിയില്ല. ഇതൊക്കെ ചോദിക്കുകയും ചെയ്യും. കുറെ ടാബുലാർ ഫോംസിൽ NCERT കൊടുത്തിട്ടുണ്ട് കുറെ ടേബിൾസ് ഒക്കെ. അപ്പൊ അതിൽ നിന്നുള്ള ഡാറ്റ വെച്ചിട്ട് ഓർഡർ ആക്കിയൊക്കെ ചോദിക്കും. അപ്പൊ അതെല്ലാം നമ്മൾ മെമ്മറൈസ് ചെയ്യാന്നുള്ള വഴിയുള്ളൂ. അപ്പൊ അത് പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ്, നമുക്ക് ആ മാർക്ക് ഷുവർ ആയിട്ട് കിട്ടും. എളുപ്പമാണ്. അപ്പൊ അതത്ര ഉള്ളൂ. അതേപോലെ മാത്സ് ഏകദേശം എല്ലാ കുട്ടികൾക്കും ടഫ് എന്ന് തോന്നുന്ന ഒരു സബ്ജക്റ്റ് ആണ് മാത്സ്. അപ്പം മാത്സിനെ ഈ ഒരു കീം ക്രാക്ക് ചെയ്യാൻ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്? ഇപ്പൊ പേഴ്സണലി കീമിൽ എനിക്ക് ഏറ്റവും എളുപ്പം മാത്സ് ആയിരുന്നു. മാത്സ് ബേസിക് ക്വസ്റ്റ്യൻസ് ആണ് എല്ലാം ചോദിക്കുന്നത്. അങ്ങനെ ഭയങ്കര പാടുള്ളതായിട്ടോ ഭയങ്കര ലെങ്തി ആയിട്ടോ ഒന്നും ചോദിക്കത്തില്ല. എല്ലാം ബേസിക് NCERT ലെവൽ സാധനങ്ങൾ തന്നെയായിരിക്കും. പിന്നെ ഇടയ്ക്ക് ഇപ്പൊ 75 ചോദ്യത്തില് 3-4 എണ്ണൊക്കെ ചിലപ്പോ ലെവൽ കൂട്ടി ചെറിയ ലെവൽ എന്ന് പറഞ്ഞാൽ ഹൈ ലെവൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര ലെവലൊന്നുമില്ല. പക്ഷെ കുറച്ച് ട്രിക്കി ആയിട്ടാണെങ്കിൽ ചോദിക്കാമെന്നേ ഉള്ളൂ. പക്ഷെ ഓൾമോസ്റ്റ് എല്ലാം തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ്. അപ്പൊ മാത്സ് ഒത്തിരി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ്, പ്രത്യേകിച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അത് ഒത്തിരി എണ്ണം പ്രാക്ടീസ് ചെയ്യുക, അത്രേ ഉള്ളൂ. പ്രാക്ടീസ് മേക്ക് എ മാൻ പെർഫെക്റ്റ് അല്ലേ. അതേപോലെ ഇപ്പൊ മോൻ കീമിന്റെ കാര്യം പറഞ്ഞു. ഇപ്പം JEE മെയിൻ ആണെങ്കിൽ മോന് 682 റാങ്ക് ഉണ്ട്. അതേപോലെ JEE അഡ്വാൻസിന് 156 65 റാങ്ക് ഉണ്ട്. അപ്പം ഈ ഒരു കീം അപ്രോച്ച് ചെയ്യുന്നത് പോലെയല്ല IIT എക്സാംസ് അപ്രോച്ച് ചെയ്യേണ്ടത്. അപ്പം അതിൽ എന്ത് വ്യത്യാസമാണ് ഉണ്ടായിരുന്നത്? ഇപ്പൊ കീം ഏറ്റവും ലാസ്റ്റ് ആയിരുന്നു എക്സാം. നമ്മൾ ആദ്യം JEE വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്തത്. JEE എല്ലാത്തിനും കോൺസെപ്റ്റ് ക്ലിയർ ആക്കി വെക്കുക. പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ക്വസ്റ്റ്യനിൽ വ്യത്യാസം വരും. ഇപ്പൊ കീം ആണെങ്കിൽ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചെയ്യും. JEE ആണെങ്കിൽ JEE പ്രീവിയസ് ഇയർ ചെയ്യും. അഡ്വാൻസ് ആണെങ്കിൽ അഡ്വാൻസിന്റെ കുറച്ചുകൂടെ കോൺസെപ്ച്വലി കുറച്ചുകൂടെ നമ്മൾ ഇംപ്രവൈസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡീപ്പായിട്ട് തിങ്ക് ചെയ്യേണ്ടി വരും. അങ്ങനെ അതേപോലെ ഇപ്പം ഈ ഒരു പ്രിപ്പറേഷനിൽ ഇപ്പൊ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാവുമല്ലോ, ഒരു റുട്ടീൻ പോലെ എങ്ങനെയാണ് എപ്പോഴാണ് എന്താണ് പഠിക്കേണ്ടത് എന്നുള്ള രീതിയിൽ. അപ്പം എങ്ങനെയുള്ള പ്ലാൻ ആയിരിക്കും ഇതൊക്കെ ക്രാക്ക് ചെയ്യാൻ വേണ്ടിട്ട് നല്ലതായിരിക്കുക? ഇപ്പൊ നമുക്ക് ആദ്യം JEE ആയിരുന്നത്. അപ്പൊ JEE തന്നെ നല്ലൊരു സ്കോർ ഫസ്റ്റ് സെഷനിൽ തന്നെ നേടാൻ നോക്കുക. പിന്നെ അത് കഴിയുമ്പോഴത്തേക്കും അഡ്വാൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അഡ്വാൻസ് കഴിഞ്ഞിട്ട് ഈ വർഷം അങ്ങനെയായിരുന്നു, അഡ്വാൻസ് കഴിഞ്ഞിട്ടായിരുന്നെങ്കിൽ. അപ്പോൾ അഡ്വാൻസ് കഴിഞ്ഞ് കീമിന് വേണ്ടി ഞാൻ കുറെ മോക്ക് ടെസ്റ്റ് ഒക്കെ ആയിരുന്നു ചെയ്തത്. കുറെ മോക്ക് ടെസ്റ്റ് എഴുതി. ഇപ്പൊ ഈ പുതിയ പാറ്റേൺ ആയിരുന്നു ഈ വർഷം തൊട്ട് 3 മണിക്കൂറത്തെ എക്സാം. അപ്പോൾ അതിൽ ഒത്തിരി മോക്ക് ടെസ്റ്റുകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മോക്ക് ടെസ്റ്റ് ഒക്കെ ഞാൻ JEE ആണെങ്കിലും അഡ്വാൻസ് ആണെങ്കിലും കീം ആണെങ്കിലും എല്ലാത്തിനും മോക്ക് ടെസ്റ്റുകൾ ഒത്തിരി ചെയ്തിട്ടുണ്ട്. ഏത് എക്സാം ആണെങ്കിലും IIT എക്സാംസ് ആണെങ്കിലും കീം ആണെങ്കിലും പ്രാക്ടീസ് ചെയ്യുക. അതെ, ഒത്തിരി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അതാണ് വിജയത്തിലേക്കുള്ള ഒരു നല്ല വഴി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പം കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളിൽ പലരിലും കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് ഓവർ സ്ട്രെസ് അല്ലെങ്കിൽ വേണ്ടാത്ത വറീസ്. ഓക്കെ, അപ്പം ഇതൊക്കെ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഒരുപാട് കുറക്കാൻ വേണ്ടിയിട്ടുള്ള കാരണമാവും. അപ്പം ഈ ഒരു കാര്യം ഈ ഒരു എക്സാംസിന്റെ പ്രിപ്പറേഷനെ അഫക്ട് ചെയ്യോ, അല്ലെങ്കിൽ അത് നമ്മൾ എങ്ങനെയാണ് ഓവർകം ചെയ്യേണ്ടത്? നമ്മള് എന്ത് സ്ട്രെസ് എടുത്താലും ടെൻഷൻ അടിച്ചില്ലേലും വരാനുള്ള വരും, അത് വഴി തെങ്ങത്തില്ല. അപ്പൊ മാക്സിമം കൂളായിട്ട് എല്ലാ പരീക്ഷ അപ്രോച്ച് ചെയ്യുക. വെറുതെ ടെൻഷൻ അടിച്ചാൽ നമ്മൾ ഓർത്തിച്ചിരിക്കുന്ന സംഭവങ്ങളോട് മറന്നു പോകും. അല്ല, അത് പിന്നെ ഇപ്പൊ എത്ര ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞാലും ഒരു ടെൻഷൻ കാണും. അത് എല്ലാവർക്കും ഉള്ളതാണ്, നോർമലി എല്ലാവർക്കും വരും. അപ്പൊ അത് നോർമൽ ആണെന്ന് ചിന്തിച്ചാൽ അത് എനിക്ക് മാത്രമേ ഇങ്ങനെ വരത്തുള്ളൂ അങ്ങനെ ഒന്നും ചിന്തിക്കാതെ കൂളായിട്ട് പോയി പരീക്ഷ എക്സാമിന് അപ്രോച്ച് ആ ഒരു ടെൻഷൻ എന്തായാലും വരും. അത് ഇപ്പൊ ചിലര് ടെൻഷനൊന്നും ഇല്ലാന്ന് പറയുമെങ്കിലും ഉള്ളിലെ ആ ഒരു ടെൻഷനൊക്കെ കാണും. അപ്പൊ
അതിന്റെ മുകളിൽ ഒരു കോൺഫിഡൻസ് വളർത്തിയെടുക്കുക അല്ലെ? നമ്മൾ കുറെ ഇപ്പൊ മോക്ക് ടെസ്റ്റ് ഒക്കെ എഴുതി കഴിയുമ്പോൾ നമുക്ക് ആ പേടിയൊന്നും വരത്തില്ല, കോൺഫിഡൻസ് വരും. അതെ, അത് നന്നായി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാല് പിന്നെ ഒരു സ്ട്രെസ്സിന്റെയും ഒരു വറീസിന്റെ ആവശ്യമില്ല, ആ ഒരു കോൺഫിഡൻസ് തന്നെ വരും എന്നാണ് ദേവാനന്ദിന് പറയാനുള്ളത്. അപ്പം ഇത്രയും നല്ലൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നതിനും അതിലൂടെ ഒരുപാട് കുട്ടികളെ ഹെൽപ്പ് ചെയ്തതിലും ഒരുപാട് താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.